നമസ്കാരം, ഏവർക്കും നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് അലങ്കാര മത്സ്യ വിപണിയെക്കുറിച്ചും സർക്കാർ കർഷകർക്ക് വേണ്ടി നൽകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുമാണ്. തിരുവനന്തപുരം വെള്ളായണിയിലെ സ്കൈ അക്വാ ഫാമിലെ കാഴ്ചകൾ കാണാം. അലങ്കാര മത്സ്യകൃഷി മേഖലയിൽ മത്സ്യകർഷകർക്ക് സഹായകമാക്കുന്ന നിരവധി പദ്ധതികളാണ് PMMSY പദ്ധതി പ്രകാരം നടപ്പിലാക്കി വരുന്നത്. ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അത് മീഡിയം സ്കെയിൽ ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ്, ഇൻ്റഗ്രേറ്റഡ് ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ്, ബാക്ക്യാർഡ് ഓർണമെൻ്റൽ ഫിഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ്. ഇങ്ങനെ 3 സ്കീമുകളിൽ ഉൾപ്പെടുത്തിയാണ് അലങ്കാര മത്സ്യകൃഷി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ഫ്രഷ് വാട്ടർ ഓർണമെൻ്റൽ ഫിഷ് റെയറിംഗ് യൂണിറ്റ് 25 ലക്ഷത്തിൻ്റെ പദ്ധതിയാണ്. എൻ്റെ പേര് ശ്രീജ. ഞാൻ തിരുവനന്തപുരം പ്രാവിച്ചമ്പലം മാർ ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ അലങ്കാര മത്സ്യം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു തോതിലൊക്കെ വളർത്തി ഒരുപാട് പരിചയമുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ നല്ലൊരു രീതിയിൽ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ്സിൻ്റെ രീതിയിലൊക്കെ നടത്തിയാൽ എന്തെന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്താണ് PMMSY ആ ഒരു പരസ്യം ഞങ്ങൾ കണ്ടത് പത്രത്തിൽ. അങ്ങനെ അത് കാണുകയും അതിന് അപേക്ഷ നൽകുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള മത്സ്യഫെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കിത് അനുവദിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ ഊക്കോട് സ്കൈ അക്വാ ഫാം എന്നൊരു സംരംഭം ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഭർത്താവിനും മക്കൾക്കും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് അവരുടെയൊക്കെ ഫുൾ സപ്പോർട്ടും ഇതിനുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ ചെറിയ തോർത്തിൽ നമ്മൾ ചെറിയ കുപ്പിയിലൊക്കെ മീൻ പിടിച്ച് വളർത്തി ഇങ്ങനെയൊക്കെ ശീലിച്ച് ചെയ്ത് വന്നതാണ്. എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഇതല്ല. ഞാനൊരു മെക്കാനിക്കൽ സൈഡിലുള്ളതാണ് എൻ്റെ ഫീൽഡ്. ഇതെൻ്റെ ഒരു ഹോബിയാണ്. അതിനു വേണ്ടി മാത്രം, അല്ലാതെ ഒരു ബിസിനസ് പർപ്പസും മാത്രമല്ല, ഇത് എൻ്റെ ഒരു ഹോബിയായിട്ടുമാണ്. PMMSY പദ്ധതി പ്രകാരം 7 ഇൻ്റഗ്രേറ്റഡ് ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റുകളാണ് കേരളത്തിലാകമാനം അനുവദിച്ചിട്ടുള്ളത് 2023-24 സാമ്പത്തിക വർഷത്തിൽ. അതിൽ ഒരു യൂണിറ്റ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി, ഊക്കോട്, വേവിള ശ്രീജ എസ് നായർ എന്ന ഫാർമർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. കർഷകയുടെ സ്കൈ അക്വാ ഫാം എന്ന ഫാമിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 150 വെറൈറ്റി മത്സ്യം ഇതിനകത്തുണ്ട്. ഇതിൽ കൂടുതൽ മത്സ്യം എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷ്, ബ്ലാക്ക് മോളി, ഗപ്പീസ്, ഫൈറ്റർ, പിന്നെ ഈ ചിച്ചിൽഡ് വെറൈറ്റി തന്നെ നമ്മളടുത്ത് ഇപ്പോൾ ഒരു 22-30 വെറൈറ്റി ചിച്ചിൽഡ് വെറൈറ്റി ഉണ്ട്. പിന്നെ അറോണ, അതേപോലെ നമ്മളടുത്ത് ഹൈ ക്വാളിറ്റി ടെസ്റ്റേഡ് സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള അറോണ ഉണ്ട് നമ്മളതിൽ. പ്രധാനപ്പെട്ട ഫിഷ് ബ്രീഡ്സ് അതിൽ മെയിനാണ് അരോണ, ഫ്ലവറോൺ, പാരറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ മെയിൻലി അരോണ, ഈ എല്ലാ മീനുകളും ഒരു 10 to 20 വർഷം വരെ ലൈഫ് സ്പാൻ ഉള്ള മീനുകളാണ്. അത് നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും. വെള്ളം അടിക്കടി മാറ്റുന്നതും അതിന് കൊടുക്കുന്ന ഫുഡ്, പിന്നെ ഫീഡിങ് ഫിഷസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിരിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അരോണ ഇതിൽ ടാങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഫ്ലവറോൺ, പാരറ്റ്, അരോണ പോലുള്ള അഗ്രസീവായിട്ടുള്ള ഫിഷുകൾ ഒരുമിച്ച് കിടക്കുകയാണ്. പക്ഷേ അത് എല്ലായ്പ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. നമ്മളതിനെ സ്റ്റാർട്ടിങ്ങിൽ ഒരുമിച്ചിട്ട് അതിനെ കറക്റ്റ് പ്രോപ്പർ ടൈമിൽ അതിനെ നമ്മൾ ഫീഡ് ചെയ്യിപ്പിച്ച് വിശപ്പൊന്നും തോന്നിപ്പിക്കാതെ ആ രീതിയിലാണ് നമ്മളതിനെ വളർത്തി ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഇതിന് മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് 1000 തൊട്ട് അങ്ങോട്ട് 10,000, 40,000 വരെ അതിൻ്റെ റേഞ്ച് ഉണ്ട്. അത് സൈസ്, അതിൻ്റെ ഓറിജിൻ, അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ പല ടൈപ്പ്, ഇപ്പോൾ അരോണ തന്നെ നമുക്കിവിടെ 1000 തൊട്ട് 40,000 രൂപയുടെ ഇതുവരെ ഇവിടെ നമ്മൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈസും മറ്റു കാര്യങ്ങളനുസരിച്ച് അത് വേരി ചെയ്യും. അപ്പോൾ ഈ ലോബ്സ്റ്ററിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ പലപ്പോഴും എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവരെ അടി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടി വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പൈപ്പും പിന്നെ അതേപോലെ ഈ പഞ്ഞിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോബ്സ്റ്ററിന് വേറെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇവർക്ക് നമുക്ക് വേറെ ചെറിയ മീനുകളുടെ ഒന്നും കൂടെ നമുക്ക് ലോബ്സ്റ്ററിന് ഇടാൻ പറ്റത്തില്ല. അത് പലപ്പോഴും ഈ ലോബ്സ്റ്റർ ആ ചെറിയ മീനുകളെ ഭക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത് ആസ്കർ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്. നമ്മളിത് പുറത്തു നിന്നാണ് ഇത് വരുത്തിയത്. ഈ ഇതിൻ്റെ കളറാണ് ഏറ്റവും ഇത്. ഈ കളർ പോവാതെയും നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ള ഫുഡും ഉണ്ട് അതിന്. ആ ഫുഡൊക്കെ നമ്മളിതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ്കാർ എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത്.
ഈ സ്കീമിലേക്ക് കർഷകരെ തിരഞ്ഞെടുക്കുന്നത് പത്രപരസ്യം നൽകിയിട്ടാണ്. പത്രപരസ്യം വഴി അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ബന്ധപ്പെട്ട മത്സ്യഭവനുകളിലോ ജില്ലാ മത്സ്യഭവൻ ഓഫീസിലോ സമർപ്പിക്കാവുന്നതാണ്. ഈ ലഭ്യമാകുന്ന അപേക്ഷകൾ ഫീൽഡ് തല ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രൊമോട്ടർമാർ, കോർഡിനേറ്റർമാർ, മത്സ്യഭവൻ ഓഫീസർമാർ എന്നിവർ വഴി ഫീൽഡ് പരിശോധന നടത്തുന്നു. ഫീൽഡ് പരിശോധന നടത്തിയ ശേഷം അപേക്ഷകൾ അർഹതാ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഈ ലിസ്റ്റ് ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റി അപ്രൂവൽ വാങ്ങിയതിനു ശേഷമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ കാണുന്നതാണ് ഡിസ്കസ് മീനുകൾ. ഇവർ സിക്ലിഡ് ഫാമിലിയിൽ വരുന്നതാണ്. ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ആമസോൺ റിവറാണ്. മെയിൻലി നമ്മളിപ്പോൾ പല പല തീമാണ് നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പോൾ മറൈൻ തീം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കസ് സിക്ലിഡ്സ് പോലുള്ള മീനുകൾ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും നമ്മൾ ടാങ്കിൽ വരുമ്പോഴത്തേക്കും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അറൗണ്ട് പീസിനാണ് ഒരു 900 തൊട്ട് 2000, 3000 ആ റേഞ്ചിൽ വരും. അത് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഷേപ്പ്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മൾ എത്രത്തോളം വെള്ളം ക്ലീനായിട്ട് നമ്മൾ വച്ചിരിക്കുമോ അത്രത്തോളം നമുക്ക് ഈ മീനിൻ്റെ ലൈഫും കാണാനും നല്ല ഒരു ഇതായിരിക്കും. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് എയർ സർക്കുലേഷൻ. നമ്മൾ ദിവസം ഇതിൽ നിന്ന് വന്നിട്ട് ഒരു പകുതി വെള്ളം എടുത്ത് കളഞ്ഞ് ഡസ്റ്റ് എടുത്ത് കളഞ്ഞ് ഇതിന് വേണ്ടി നമ്മൾ കുറേ സമയങ്ങൾ ഇത് ചെയ്യണം. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് വാരി നമ്മൾ ഇതിൽ ഇട്ടിട്ട് മീൻ കഴിക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആവത്തില്ല. അപ്പോൾ അതിനാവശ്യം അതിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം സമയം. ഒരു 10 മിനിറ്റ് കണ്ടെത്തണം. അലങ്കാര മത്സ്യം വളർത്തുമ്പോൾ ഫുഡ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ പല ഫിഷ് ഫുഡ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കേട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഇപ്പോൾ മീൻ വാങ്ങിച്ച് പോയതിന് ശേഷം കുറച്ച് അവർ പിന്നീട് വരുമ്പോഴത്തേക്ക് അവർ പറയാറുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ഉള്ള കളറല്ലായിരുന്നു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മീനിനും അവർ കഴിക്കേണ്ട ഓരോ ടൈപ്പ് ഓഫ് ഫിഷ് ഫുഡ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഗപ്പിക്ക് അതിൻ്റേതായ ഒരു അതിൻ്റേതായ ഫുഡ് കാണും. അതുപോലെ തന്നെ അരോണയ്ക്ക് വേറെ ആയിരിക്കും. ഓരോ കളറിന് ഓരോ ഫുഡുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി ഫുഡ്സ് അതിനെന്താണോ ആവശ്യം ആ ഫുഡ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫിഷ് ഫുഡാണ് നമ്മൾ ഓരോ മീനുകൾക്കും കൊടുക്കേണ്ടത്. ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരു നേരം ഫീഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ 2-3 നേരം ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അളവ് ഒരു 3-4 മീൻ നമ്മൾ അധികമായിട്ടുള്ള അളവാണ് നമ്മൾ ആ ടാങ്കിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റിനേക്കാളും പോയിസണസ് ആയിട്ടുള്ള വേസ്റ്റാണ് ആ ഒരു ഫുഡ് അവിടെ ബാക്കിയുള്ളപ്പോൾ അത് വെള്ളത്തിൽ കലങ്ങി അത് ഭയങ്കര ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ഇൻ്റഗ്രേറ്റഡ് ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ് പദ്ധതി പ്രകാരം മിനിമം 15 സെൻറ്റ് ഭൂമിയുള്ളവർക്ക് പദ്ധതി തുടങ്ങാവുന്നതാണ്. സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്ക് 7 വർഷത്തേക്ക് കരാർ പ്രകാരം ഭൂമി എടുത്തും ചെയ്യാവുന്നതാണ്. കൂടാതെ PMMSY പദ്ധതി പ്രകാരം മീഡിയം സ്കെയിൽ ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ്, ബാക്ക് യാർഡ് ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ബാക്ക് യാർഡ് ഓർണമെൻ്റൽ ഫിഷ് റെയറിംഗ് യൂണിറ്റ് പദ്ധതി പ്രകാരം 3 ലക്ഷം രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് അനുവദിച്ചിരിക്കുന്നത്. മീഡിയം സ്കെയിൽ ഓർണമെൻ്റൽ ഫ്രഷ് വാട്ടർ ഫിഷ് റെയറിംഗ് യൂണിറ്റ് പദ്ധതി പ്രകാരം 8 ലക്ഷം രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ പദ്ധതിയിലും യൂണിറ്റ് കോസ്റ്റിൻ്റെ 40% ജനറൽ കാറ്റഗറിക്ക് സബ്സിഡിയായി അനുവദിക്കുന്നത്. SC ST വനിതാ വിഭാഗങ്ങൾക്ക് 60% തുക സബ്സിഡിയായി അനുവദിക്കുന്നു. ഈ സ്കീം പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് പദ്ധതി യൂണിറ്റ് കോസ്റ്റ് 25 ലക്ഷമാണ്. 25 ലക്ഷത്തിൽ SC ST കാറ്റഗറി ആണെങ്കിൽ 60% സബ്സിഡിയും ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40% സബ്സിഡിയുമാണ് അനുവദിക്കുന്നത്. നമ്മുടെ ശ്രീജായസ് നായർ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഫാർമറാണ്. ഇവർക്ക് 25 ലക്ഷം എന്ന യൂണിറ്റ് കോസ്റ്റിൻ്റെ 40% തുകയായിട്ടുള്ള 10 ലക്ഷം രൂപ സബ്സിഡിയായി അനുവദിക്കുന്നു. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് അനുവദിക്കുന്നത്. ആദ്യത്തെ ഘട്ടമായി ഇൻഫ്രാസ്ട്രക്ചർ പണി പൂർത്തിയാകുമ്പോൾ ആദ്യഘട്ട തുക അനുവദിക്കുന്നു. 2ാം ഘട്ടം ഓപ്പറേഷണൽ കോസ്റ്റാണ്. അത് സീഡ് അവൈലബിൾ ആക്കി വർക്കിംഗ് കണ്ടീഷനിലോട്ടാക്കുമ്പോഴാണ് ഇത് അനുവദിക്കുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റി. അതുമാത്രമല്ലാതെ ഇപ്പോൾ ഈ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യാൻ എളുപ്പമാണ്. ഇത് വന്നിട്ട് നിറയെ കർഷകർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോട്ടറും ഇവിടെ എന്തെങ്കിലും വന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് അവർക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ ഹെൽപ്പും നമ്മൾ പറ്റുന്നത് ചെയ്തു കൊടുക്കും.
ശാസ്ത്രീയമായ പരിപാലന മാർഗവും ശുചിത്വവുമാണ് അക്വാഫാം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. ഇവ രണ്ടും കൃത്യമായി നടപ്പിലാക്കിയാൽ ഇത്തരം സംരംഭങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതിന് പല അസുഖങ്ങളുണ്ട്. പോട്ടേഡ് ഫംഗസ് വരാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ഇത് ഒരുമാതിരി പേന്, ഈ ഗോൾഡ് ഇതിനൊക്കെ വന്നിട്ട് ഒരുമാതിരി ചെള്ളുമാതിരി ഒരു സംഭവമുണ്ട്, അത് വന്നിട്ട് അതിൻ്റെ ഒരു ഇതാവാറുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ സ്പോട്ടേഡിന് ഇതിനെല്ലാത്തിനും നമുക്ക് മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഇതിന് ഏതൊരു മീൻ നമ്മൾ എപ്പോഴും കൊണ്ടുപോയാലും ഇതിന് സാൾട്ട്, കുറച്ച് ഉപ്പ് നമ്മൾ അതിലിടുന്നത് ഏറ്റവും നല്ലതാണ്. പലരും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ ഒരു മീൻ എന്ന് പറയുമ്പോഴത്തേക്കും 5 മുതൽ 10 വർഷം വരെ ആയുസുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? വാങ്ങിച്ച് 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി മീൻ വളർത്തുന്നവരായാലും പുതിയതായിട്ട് ഇനി വളർത്താൻ പോകുന്നവരായാലും അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളം മാറ്റുന്നതിനൊക്കെ ഒരു മീനിൻ്റെ ആയുസ്സായിട്ട് ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പലരുടെ വീട്ടിലും ഇപ്പോൾ കിണറ്റ് വെള്ളം ആയിരിക്കില്ല, റോഡിൽ നമുക്ക് കിട്ടുന്ന വെള്ളമായിരിക്കും. അതിന് ക്ലോറിൻ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. ക്ലോറിൻ കണ്ടന്റുള്ള കൂടുതലുള്ള വെള്ളത്തിൽ നമുക്ക് മീൻ അധികം നമുക്ക് ഒരു ലൈഫ് സ്പാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അവർക്ക് ക്ലോറിൻ റിമൂവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ വെള്ളം കുറച്ച് പിടിച്ചു വെച്ചതിന് ശേഷം നമ്മളതിന് ഉപയോഗിക്കുന്നതിന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ഫിഷ് ടാങ്ക് ഉള്ളവരാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ അവരൊരു കടയിൽ ചെന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം മാറ്റുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞതായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ തെർമോമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ തെർമോമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വെള്ളം മാറ്റുന്നതിലൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മീനിൻ്റെ ലൈഫ് സ്പാൻ നമുക്ക് പരമാവധി അതോടൊപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റും. 2 ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റിയാൽ മതി. ചില ടാങ്കിൻ്റെ ഫിൽറ്റേഴ്സും സാൻഡിൻ്റെയൊക്കെ ക്വാളിറ്റി കാരണം നമുക്ക് അത്രയും ഗ്യാപ്പിൽ വെള്ളം മാറ്റിയാൽ മതി. പക്ഷേ അമിതമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വേസ്റ്റും എല്ലാം കാരണം വെള്ളം എത്രയും പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിന് അതിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് കളറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ മീനിൻ്റെ ആയുസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ഹെൽത്തി അക്വേറിയത്തിന് അതിൻ്റെ ഒരു ഫിൽട്രേഷൻ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ച് ഒരു 300 തൊട്ട് 2000 വരെ അതിൻ്റെ ഫിൽറ്റേഴ്സിൻ്റെ ആ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന അക്വേറിയം അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ നമ്മൾ കാണുന്നത് ഈ ടൈപ്പ് ഫിൽറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ സൈസ് കുറഞ്ഞതും വലിയതുമായിട്ടുള്ള ഇത് നമുക്ക് അവൈലബിൾ ആണിപ്പോൾ. ഇതിപ്പോൾ വരുന്നത് 25 വാട്ടിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഫിൽറ്ററാണ്. ഇത് മെയിൻലി നമുക്കൊരു 1200 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള സൈസ് അനുസരിച്ച് നമ്മൾ ഫിൽറ്റേഴ്സിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചും പവറും വ്യത്യാസം വരുന്നുണ്ട്. അലങ്കാര മത്സ്യം വളർത്തുന്നതിൻ്റെ പ്രധാന ഘടകം ശുചിത്വം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പോൾ ഫിൽട്രേഷൻ്റെ കൂടെ പറയുമ്പോൾ തന്നെ അതിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഷ് ഫുഡ് കൊടുത്തതിൻ്റെ ബാക്കി അവശിഷ്ടം അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ മീനിൻ്റെ അവശിഷ്ടം അവിടെ കിടക്കുന്നതോ ഇതെല്ലാം തന്നെ ഇതിൻ്റെ pH ലെവലിനെ ബാധിക്കും. അപ്പോൾ നമുക്കിവിടെ pH ലെവൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഏതൊരു സാധാരണക്കാരനും ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസിഡിക്കിലോ അല്ലെങ്കിൽ ബേസ് ഇതിലോട്ടോ പോവുകയാണെങ്കിൽ അത് മീനിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുതന്നെയാണ് ഈ ഒരു ഹെൽത്തി അക്വേറിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഈ ഒരു ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കുള്ള സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ടെമ്പറേച്ചറിൽ, ഇവിടുത്തെ ആ വാട്ടർ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ബ്രീഡ്സ് തന്നെയാണ് ഈ പറഞ്ഞ അരോണ, പാരറ്റ്, ഓസ്കേഴ്സ് എല്ലാവരും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം അലങ്കാര മത്സ്യകൃഷി യൂണിറ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ക്വാറന്റൈൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ക്വാറന്റൈൻ യൂണിറ്റിനകത്ത് നമ്മൾ ഈ ശേഖരിക്കുന്ന മത്സ്യങ്ങൾ വിവിധ ഹാച്ചറികളിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളെല്ലാം നമുക്ക് ഈ ക്വാറന്റൈൻ യൂണിറ്റ് 2 ആഴ്ചയോളം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ക്വാറന്റൈൻ യൂണിറ്റിൽ സൂക്ഷിച്ച് രോഗവിമുക്തമാക്കിയ മത്സ്യങ്ങൾ മാത്രമേ വിപണനത്തിന് സജ്ജമാക്കാൻ പാടുള്ളൂ. സർട്ടിഫിക്കറ്റ് ഉള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ട്രസ്റ്റഡ് ഫാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അവരുടെ രേഖകളിൽ പലതും അതിൽ നമ്മളിപ്പോൾ ഇവരുടെ ഇമ്പിൾഡ് ആയിട്ടുള്ള ചിപ്പ്, അതല്ലാതെ ഇവരുടെ സ്പീഷീസ് ഏതാണ്, ആ ചിപ്പ് നമ്പർ, പിന്നെ ഇവരെ ഒറിജിൻ സ്ഥലം എവിടെയാണ്, അതിൻ്റെ ഡേറ്റ്, അത് കംപ്ലീറ്റ് അതിൽ നമുക്ക് കാണാൻ പറ്റും.
അതല്ലാതെ ഇപ്പോൾ എന്താണ് പലപ്പോഴും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും അത് ക്വാളിറ്റി അവർക്ക് ഭാവിയിലായിരുന്നാലും അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ക്വാളിറ്റി ഉള്ള ഫിഷാണെന്നുള്ളത്. അതിനും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതിനും ഇല്ലാത്തതിനും വില വ്യത്യാസം അതേപോലെ തന്നെ ഉണ്ടാവും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരുടെ ഫിഷിനൊപ്പം തന്നെ നമ്മൾ സെയിൽ ചെയ്യും. അവർക്കത് ഭാവിയിൽ റീസെയിൽ ആയിരുന്നാലും അത് അവർക്ക് ഗുണം ചെയ്യും. കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ മത്സ്യവിത്ത് ഫാമുകളും ഹാച്ചറികളും കേരള സംസ്ഥാന മത്സ്യവിത്ത് നിയമപ്രകാരം രജിസ്ട്രേഷൻ ലൈസൻസ് എടുത്തിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഫാമുകളും ഹാച്ചറികളും തുടങ്ങുന്നവർ അതത് സ്ഥലത്തുള്ള ജില്ലാ ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. മത്സ്യകൃഷി പരിപോഷിപ്പിക്കുന്നതിലേക്കായി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികൾ എല്ലാ കർഷകർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. മത്സ്യ കർഷകർക്ക് ഒറ്റയ്ക്കോ സ്വയം സഹായ സംഘങ്ങൾ അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടോ ഈ സ്കീമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇത് വിപണനം നടത്തി വരുമാനം ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങേണ്ടവർ ധൈര്യമായിട്ട് ഇതിൽ വരിക. ഇതിൽ വരുമ്പോഴത്തേക്ക് മുമ്പേ നമ്മൾ ഇത് എന്ത് പറ്റും എന്ന് ആലോചിക്കുക. അതിൽ ധൈര്യമാണ് ഏറ്റവും ഇത് പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇത് വളർത്തി കൊണ്ടുവരാനും എളുപ്പമാണ്. എല്ലാ ഐറ്റവും നമുക്ക് ബ്രീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് നമ്മൾ ഈ വലിയ മത്സ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മളത് സെയിലും നടത്തി ബ്രീഡിങ്ങും കൂടെ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് PMMSY. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം നടപ്പിലാക്കിയ ഈ സംരംഭം ഇപ്പോൾ വിജയത്തിൻ്റെ പാതയിലാണ്. പൊതുവെ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഈ ഒരു നാച്ചുറൽ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാ ഫിഷ് ടാങ്ക് നോക്കുന്നത് പോലെ അല്ല, ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇതിലിപ്പോൾ മെയിൻലി നമ്മൾ പല ടൈപ്സ് ഓഫ് വെറൈറ്റി ഫാമിലീസിൽ വരുന്നതാണ്. ഇപ്പോൾ അമാനിയ, അനൂബയാസ്, റൊട്ടാല എന്നുള്ള പല ടൈപ്പ് സ്പീഷീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഇതിനൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ സാധാരണ ഇടുന്ന മീനുകളല്ല പൊതുവെ ഇടാറുള്ളത്. മെയിൻലി ടെട്ര ഫാമിലിയിൽ വരുന്നത് നിയോൺ ടെട്ര, സർഫേ ടെട്ര പോലുള്ള ഫിഷാണ് നമ്മൾ ഇതിലിടുന്നത്. അതുപോലെ തന്നെ ആൽഗേസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആൽഗേ ഈറ്റേഴ്സ് പോലുള്ള ഫിഷസ് നമ്മളിതിൽ ഇടാറുണ്ട്. പല ഫിഷസിന് യോജിച്ച പ്ലാന്റ്സ് ആണ് ഇതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് സാധാ ഒരു പ്ലാസ്റ്റിക് കപ്പിലാണ്. പക്ഷേ നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല. അതിന് നമ്മൾ പല ടൈപ്പ് സോയിലുണ്ട്. ബ്ലാക്ക് സോയിലുണ്ട്, അതിൻ്റെ പുറകെ ടോപ്പ് സോയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സോയിൽസ് യൂസ് ചെയ്താണ് നമ്മളതിന് വയ്ക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വീട്ടിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശമൊന്നും ഈ ചെടികൾക്ക് അധികം അടിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് വയ്ക്കുന്ന ലൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ്, അതായത് UV റേസ് ഉള്ള UV ലൈറ്റാണ് നമ്മൾ വയ്ക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അധികം എപ്പോഴും ഈ നാച്ചുറൽ ടാങ്കിന് മറ്റ് ടാങ്ക്സിനെ അപേക്ഷിച്ച് വെള്ളം എപ്പോഴും മാറ്റേണ്ടി വരില്ല. ഒരു 4 to 5 മാസം വരെ അത് നമുക്ക് സുഖമായിട്ട് ആ ഒരു നല്ല ഫ്ലോയിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു അഴുക്കോ ഒന്നും, വെള്ളത്തിൻ്റെ കളർ പോലും മാറാതെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു നാച്ചുറൽ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഈ ടൈപ്പ് മീൻ നമ്മൾ അതിലിടുമ്പോഴത്തേക്കും ആ മീൻ നമ്മൾ അധികം ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളൊരു എക്കോസിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മീനുകൾക്ക് ചെടിയും ചെടികൾക്ക് മീനും എന്നുള്ളൊരു രീതിയാണ്. അപ്പം മീനുകൾ നമ്മൾ ആ ഒരു ചെടികളിൽ നിന്ന് തന്നെ അവരത് ഭക്ഷണം എടുക്കാനും പായൽ പോലുള്ള സംഭവങ്ങൾ കഴിച്ച് അങ്ങനെയാണ് അവരതിൽ വളരുന്നത്. അപ്പോൾ നമ്മൾ അധികം അതിനെ ഫീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു ബിഗിനറിന് ഇതിന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ടിഷ്യൂ കൾച്ചർ പോലുള്ള ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അവർ വരുമ്പോഴത്തേക്കും ബേസിക്കലി നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി എങ്ങനെ യൂസ് ചെയ്യാം. ഇനിഷ്യലി നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രേ ആയിരിക്കും കൊടുക്കുന്നത്, വാട്ടർ കുറച്ച് ചെടി വളരാനായിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാന്റിൽ നമ്മൾ ടാങ്കിൽ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ടിഷ്യൂ കൾച്ചർ ആയാലും മറ്റു പ്ലാന്റ്സ് ആയാലും. അപ്പോൾ ഓരോ മീനിനെ നമ്മൾ ടാങ്ക് പല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫൈറ്റർ ഫിഷ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒറ്റയ്ക്കായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ബൗൾ തൊട്ട് ചെറിയ ടൈപ്പ് ഓഫ് ആക്രിലിക് ടാങ്ക് അതിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതല്ല ഗോൾഡ് ഫിഷ് ആണെങ്കിൽ നമ്മൾ പൊതുവേ വീട്ടിൽ കണ്ടുവരുന്നത് 1.25 അടി 2 അടി അങ്ങോട്ടുള്ള ടാങ്കുകളാണ്.
ഇതിലൊക്കെ വരുന്നത് 4mm സൈസിലായിരിക്കും ഗ്ലാസ് വരുന്നത്. പക്ഷേ അരോണ പോലത്തെ വലിയ മീനൊന്നും നമുക്ക് ഈ ഒരു സൈസിൽ ഇടാൻ പറ്റില്ല. ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം 8mm ടു മുകളിലോട്ടുള്ള ആ ഒരു സൈസിലായിരിക്കും ഇതുപോലെ വലിയ ബ്രീഡ്സിനെ നമ്മൾ ടാങ്കിൽ വയ്ക്കുന്നത്. മത്സ്യ കർഷകരുടെ മത്സ്യകൃഷി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിലേക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സർവൈലൻസ് പ്രോഗ്രാം ഫോർ അക്വാട്ടിക് അനിമൽ ഡിസീസസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മത്സ്യകൃഷി സംബന്ധിച്ച എന്ത് സംശയവും ഇതിലൂടെ നമുക്ക് നിവാരണം കണ്ടെത്താവുന്നതാണ്. ഇതിൽ വിദഗ്ധരും ഓഫീസർമാരും ഉൾപ്പെടുന്ന മത്സ്യകർഷകരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതുകൂടാതെ തന്നെ ഫീൽഡ് തല ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രൊമോട്ടർമാർ, കോർഡിനേറ്റർമാർ ഇവർ ഏത് സമയത്ത് മത്സ്യകർഷകർ വിളിച്ചാലും ഇവരുടെ സേവനം അവർക്ക് ലഭ്യമാണ്. സ്കൈ അക്വാ ഫാമിൽ 100ഓളം മത്സ്യ ബ്രീഡുകളാണുള്ളത്. അതിൽ വളരെ വ്യത്യസ്തമായ ചില ബ്രീഡുകളെ നമുക്കിന്ന് പരിചയപ്പെടാം. നമ്മൾ ഈ കാണുന്നതാണ് ബ്ലാക്ക് ഹോഴ്സ്. പേര് പോലെ തന്നെ കൗതുകമുള്ളതാണ് ഇതിൻ്റെ രൂപവും. നമ്മൾ ഹോളിവുഡ് അല്ലെങ്കിൽ അനിമേഷൻസിൽ കാണുന്ന ഒരു ഗോസ്റ്റിൻ്റെ രൂപം തന്നെയാണ് ഇതിനുള്ളത്. കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇവ മെയിൻലി സൗത്ത് അമേരിക്കൻ ഒറിജിനാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 150 തൊട്ട് 400, 500 ആ റേഞ്ചിൽ പോകും. അതവരുടെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചിലൊരു വ്യത്യാസം വരുന്നത്. ഈ കാണുന്നതാണ് സർഫേ ടെട്ര. ഈ ഇനങ്ങൾ പ്രധാനമായി കണ്ടുവരുന്നത് നാച്ചുറൽ ടാങ്ക്സിലാണ്. ഈ കാണുന്നതാണ് ഷാർക്ക് വിഭാഗത്തിൽ കണ്ടുവരുന്ന സിൽവർ ഷാർക്ക് മീനുകൾ. തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന തികച്ചും സൗജന്യമായി ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. തുടർന്ന് ഫീൽഡ് തല എക്സ്പീരിയൻസും അവർക്ക് നൽകുന്നുണ്ട്. സിസ്റ്റം വർക്കിംഗ് കണ്ടീഷനിലോട്ട് പോകുമ്പോൾ തുടർന്നുള്ള മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് അത് നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ്ങും തുടർന്ന് നൽകി വരുന്നു. ഇത്തരം യൂണിറ്റുകളിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വർണ്ണ മത്സ്യങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്നതിനുള്ള സേവനം സർക്കാർ നൽകുന്നുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ കേരള അക്വാ വെഞ്ചേഴ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കാവിൽ ആലുവയിൽ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനം മുഖേന കർഷകർക്ക് ആവശ്യമെങ്കിൽ തങ്ങളുടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റി അയക്കാവുന്നതാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ ഭാഗമായിട്ടാണ് ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഈ യൂണിറ്റിന് അനുമതി കിട്ടിയത്. വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഉദ്യോഗസ്ഥരും നിരന്തരം നമ്മുടെ ഈ യൂണിറ്റിൽ വരികയും നമുക്ക് ഈ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി വളരെയേറെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അവരെ ഈ മോണിറ്ററിങ് കാർഡാണിത്. അവർ ആഴ്ചയിൽ 3-4 ദിവസങ്ങളിലാണ്. എല്ലാ ദിവസങ്ങളും രാവിലെ വരികയും നമ്മുടെ ഫിഷിൻ്റെ എല്ലാത്തിൻ്റെയും ആരോഗ്യവും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയും നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവർ ഇവിടുന്ന് പോകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികൾക്ക് പുറമെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് JMK എന്ന പദ്ധതി കൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. JMKയിൽ ബയോഫ്ലോക്ക്, RAS, കേജ് ഫാമിംഗ്, കാർപ്പ് ഫാമിംഗ് തുടങ്ങിയ പദ്ധതികളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇത്തരം പദ്ധതികൾക്ക് കർഷകർക്ക് അവരവരുടെ ജില്ലയിലുള്ള മത്സ്യഭവനുകളിൽ അപേക്ഷകൾ നൽകാവുന്നതാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിൽ തുടങ്ങിയ ഈ പദ്ധതി ഇന്ന് വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ചെറിയ രീതിയിൽ തുടങ്ങുന്നവർക്ക് പോലും ഇത് നല്ല രീതിയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഏതിനും അതാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ പരമാവധി നമ്മളെ സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ ആ ബിസിനസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടാവുള്ളൂ. അല്പം കരുതലും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഏവർക്കും അലങ്കാര മത്സ്യകൃഷി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. PMMSY പോലുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിരവധി പേർ ഇതിലേക്ക് കടന്നു വരുന്നു. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.